പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ലൂക്ക 19 അധ്യായം 10 വാക്യം. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. സക്കേവൂസിൻ്റെ ഉപമയിലെ അവസാന വരിയാണ് നാം ഇന്ന് കേട്ട വചനം. സക്കേവൂസ് ചുങ്കക്കാരനും അർഹതയില്ലാത്ത പണം കൈവശം വച്ചിരുന്ന ആളും അതുകൊണ്ട് തന്നെ ജെറീക്കോ പട്ടണത്തിലെ ജനങ്ങളുടെ മുൻപിൽ പാപിയുമായിരുന്നു. ഒരു ഭക്തിഗാനത്തിലെ ഈരടി ഇപ്രകാരമാണ്: ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിൽ ഒളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. പൊക്കം കുറവായിരുന്ന സക്കേവൂസ് ഒരു മരത്തിനു മുകളിൽ ഒളിച്ചിരുന്ന് ഈശോയെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ തല ഉയർത്തി നോക്കി അവനൊപ്പം വിരുന്നിനിരിക്കാൻ ക്ഷണിച്ച സ്നേഹമായി മാറി. ഈശോയുടെ ആ സ്നേഹം ആ ഭവനത്തെ തൊട്ടപ്പോൾ വിരുന്നു കഴിഞ്ഞ് പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് വന്ന സക്കേവൂസ് തൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്കും വഞ്ചിച്ചെടുത്തതിൻ്റെ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുവാനും തയ്യാറായി. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു വിളിക്കാൻ വന്ന തമ്പുരാൻ്റെ പാദം തൊട്ടയിടത്തിന് കൈവന്ന രക്ഷയുടെ സുവിശേഷമാണ് ഈ ഉപമ. അയോഗ്യരായ നമ്മളും ഈശോയെ ഒന്ന് നോക്കി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ നാം അതെന്നാലും നമ്മളെ അകലാൻ അനുവദിക്കാത്ത സ്നേഹം പാപത്തിൽ വീഴാതെ നമ്മെ പൊതിഞ്ഞു പിടിക്കും. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ അവിടുന്ന് നമ്മെ അനുവദിക്കില്ല. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.